നിശ്ചിത സമയപരിധിക്ക് ശേഷവും കുടിശ്ശികയെ തുടർന്ന് വായ്പയാണ് നിഷ്ക്രിയ ആസ്തി അഥവാ നോട്ട് പെർഫോമിംഗ് ആസറ്റായി ബാങ്കുകൾ കണക്കാക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ 4-ാം ഭാഗത്തിൽ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി സംബന്ധിച്ച കണക്കുകൾ പുറത്തു വരുന്നതേയുള്ളൂ. അതിനാൽ തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്ക് ഓഹരികളുടെ സാമ്പത്തിക വിശദാംശങ്ങൾ നിക്ഷേപകർക്ക് വിലയിരുത്താൻ പ്രയോജനപ്പെടുത്താവുന്ന വേളയാണിത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിനിടെ നിഷ്ക്രിയ ആസ്തിയിൽ കുറവ് രേഖപ്പെടുത്തിയ 9 ബാങ്കുകളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. സിറ്റി യൂണിയൻ ബാങ്ക് സെപ്റ്റംബർ പാദത്തിൽ രേഖപ്പെടുത്തിയ അറ്റ നിഷ്ക്രിയ ആസ്തി 1.62%. ഇത് ഡിസംബർ പാദം പൂർത്തിയായപ്പോഴത്തേക്കും 1.42% നില മെച്ചപ്പെടുത്തി. അതേപോലെ ബന്ധൻ ബാങ്ക് ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിനിടെ നെറ്റ് NPA 1.28% കുറച്ചുകൊണ്ടുവന്നു. സെപ്റ്റംബർ പാദത്തിൽ ഇത് 1.29% നിലവാരത്തിലായിരുന്നു ഉള്ളത്. കാനറ ബാങ്ക് ആകട്ടെ സെപ്റ്റംബർ പാദത്തിൽ കുറിച്ച അറ്റ നിഷ്ക്രിയ ആസ്തി 0.99%. ഇത് ഡിസംബർ പാദം കഴിഞ്ഞപ്പോഴത്തേക്കും 0.89% നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊതുമേഖല ബാങ്കിംഗ് സ്ഥാപനമായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിസംബർ പാദത്തിലെ നെറ്റ് NPA 0.94% താഴ്ന്നു. സെപ്റ്റംബർ പാദത്തിൽ ഇത് 0.85% നിലവാരത്തിലായിരുന്നു ഉള്ളത്. യൂക്കോ ബാങ്ക് ആകട്ടെ സെപ്റ്റംബർ പാദത്തിൽ കുറിച്ച അറ്റ നിഷ്ക്രിയ ആസ്തി 0.73%. ഡിസംബർ പാദത്തിനുള്ളിൽ ഇത് 0.63% താഴ്ത്തിക്കൊണ്ടുവന്ന് നില മെച്ചപ്പെടുത്താൻ സാധിച്ചു. അതേപോലെ മറ്റൊരു പൊതുമേഖല ബാങ്കിംഗ് സ്ഥാപനമായ സെൻട്രൽ ബാങ്ക് ഡിസംബർ പാദത്തിൽ നെറ്റ് NPA 0.61% താഴ്ത്തി. സെപ്റ്റംബർ പാദത്തിൽ സെൻട്രൽ ബാങ്കിൻ്റെ NPA 0.7% നിലവാരത്തിലായിരുന്നു ഉള്ളത്. ബാങ്ക് ഓഫ് ബറോഡ ആകട്ടെ സെപ്റ്റംബർ പാദത്തിൽ രേഖപ്പെടുത്തിയ അറ്റ നിഷ്ക്രിയ ആസ്തി 0.6%. സെപ്റ്റംബർ പാദത്തിൽ ഇത് 0.59% താഴ്ത്തിക്കൊണ്ടുവന്ന് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. RBL ബാങ്കിനാകട്ടെ ഡിസംബർ പാദത്തിൽ നെറ്റ് NPA 0.53% കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു. സെപ്റ്റംബർ പാദത്തിലെ ബാങ്കിങ്ങിൻ്റെ NPA 0.79% നിലവാരത്തിലായിരുന്നു ഉള്ളത്. സമാനമായി ഫെഡറൽ ബാങ്ക് സെപ്റ്റംബർ പാദത്തിൽ രേഖപ്പെടുത്തിയ അറ്റ നിഷ്ക്രിയ ആസ്തി 0.57%. ഡിസംബർ പാദത്തിൽ ഇത് 0.49% താഴ്ത്തിക്കൊണ്ടുവരാൻ ഫെഡറൽ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. വിതരണം ചെയ്ത വായ്പകളിൽ നിന്ന് കുറഞ്ഞ തോതിലുള്ളവ മാത്രമേ നിഷ്ക്രിയ ആസ്തികളായി മാറുന്നുള്ളൂവെങ്കിൽ ബാങ്കുകൾ നിയമപ്രകാരം മാറ്റിവെക്കേണ്ട പ്രൊവിഷനിങ് തുകയും കുറച്ച് മതിയാകും. ഇത് അറ്റാദായം ഉയരുവാനും അതുവഴി ബാങ്കിൻ്റെ ലാഭക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇതിലൂടെ ഡിവിഡൻഡ് ഇനത്തിൽ മികച്ച പാരിതോഷികം ലഭിക്കാനുള്ള സാധ്യതയും ഉരുത്തിരിയുന്നു. അതേപോലെ തന്നെ ബാങ്കുകളുടെ ആസ്തി നിലവാരം മെച്ചപ്പെടും അഥവാ അസറ്റ് ക്വാളിറ്റി ഉയരും. നിക്ഷേപകർക്കിടയിലും ബാങ്കിനും ഓഹരിക്കും മതിപ്പും വർദ്ധിപ്പിക്കും. ഇവയെല്ലാം ബാങ്ക് ഓഹരിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാവുന്ന ഘടകങ്ങളാണ്. സമാനമായി കുറഞ്ഞ NPA വഴി കൂടുതൽ മൂലധനം കൈവശം ഇരിക്കാനും ഇത് കൂടുതൽ വായ്പാ വിതരണം ചെയ്യാനും അതുവഴി ബിസിനസ് വളർത്താനും ബാങ്കുകൾക്ക് ഉപകാരപ്രദമാകും. നിഷ്ക്രിയ ആസ്തികളിൽ കുറവ് വരുന്നതിനെ ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ഇതിലൂടെ ബാങ്കിൻ്റെ സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെട്ടതായി കണക്കാക്കാം. വായ്പ വിതരണം ചെയ്യുമ്പോഴുള്ള പരിശോധനയും മെച്ചപ്പെട്ടതായി വിലയിരുത്താം. ഇവയെല്ലാം ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ആരോഗ്യകരമായ നിലവാരത്തിലേക്ക് മാറ്റുന്നതായും വായിച്ചെടുക്കാം. അതേപോലെ തന്നെ ബാങ്കിൻ്റെ ലാഭക്ഷമതയും പ്രതിയോഹരി വരുമാനവും വർദ്ധിക്കുന്നതിനാലും അത്തരം ബാങ്കുകളുടെ ഓഹരികൾ വിപണിയിൽ ആകർഷകമാകും. മാത്രവുമല്ല ഡിവിഡൻഡ് ഇനത്തിലും വർധനയുണ്ടാകാം. അടിസ്ഥാനപരമായി നില മെച്ചപ്പെടുത്തുന്നതിനാൽ ബാങ്കിൻ്റെ ഭാവി വളർച്ചാ സാധ്യതയും ശോഭനമാകുന്നുണ്ട്. അതേസമയം NPA താഴ്ത്തിയതിൻ്റെ തോതും സ്ഥിരമായി നില മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ NPA കുറയാനുണ്ടായ കാരണവും സാഹചര്യവും കൂടി വിലയിരുത്തുകയും മറ്റു ബാങ്കുകളുമായി താരതമ്യം ചെയ്യുന്നതും വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കാൻ നിക്ഷേപകരെ സഹായിക്കുന്നതാണ്. മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ET മലയാളം ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.